പാർലമെന്റിൽ NK പ്രേമചന്ദ്രൻ വീണ്ടും തിളങ്ങുകയാണ്. കേരളത്തിൽ നിന്നുള്ള RSPയുടെ ഏക MP ആണ് NK പ്രേമചന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ തന്നെ പ്രത്യേക ഇഷ്ടപാത്രമായി തീർന്നിരിക്കുന്ന പ്രേമചന്ദ്രൻ ഈ 18ാം ലോക്സഭയുടെ കാലാവധി തീരുന്നതുവരെ സഭ നിയന്ത്രിക്കേണ്ടവരുടെ പാനലിലാണ്, അധ്യക്ഷ പദവിയിലേക്ക് വരികയാണ്. അതായത് സ്പീക്കർ ഓം ബിർള ഇല്ലാത്തപ്പോൾ സഭ നിയന്ത്രിക്കണം. ഇത് NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ എല്ലാം കൊണ്ടും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളതാണ്. ക്യാൻറ്റീനിൽ പോയിരുന്നവർ ഒന്നിച്ച് ചായയും കുടിച്ച് വർത്തമാനം പറഞ്ഞവരാണ്. അത് കണ്ടിട്ട് കേരളത്തിലെ ചില മറ്റ് മുന്നണികളിലുള്ളവര് പറയാൻ തുടങ്ങി പ്രേമചന്ദ്രൻ BJPയിലേക്കാണ് എന്നൊക്കെ. പക്ഷേ അത് അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പ്രേമചന്ദ്രൻ സഭയിൽ വന്നിട്ട് ബില്ലിന്മേലുള്ള ചർച്ചയിൽ മോദിയെയും സർക്കാരിനെയും എതിർത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രേമചന്ദ്രനെ എന്തുകൊണ്ട് വിളിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, മുൻകാലങ്ങളിലും ഒക്കെ തന്നെ നല്ല പാർലമെന്റേറിയന്മാരെ പ്രധാനമന്ത്രിമാർ പ്രത്യേകം അത് നിരീക്ഷിക്കുകയും അവരുമായിട്ട് പോലും സൗഹൃദം പുലർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ പ്രതിപക്ഷ നേതാവായി ഇരുന്ന ആളാണ് AK ഗോപാലൻ. AK ഗോപാലൻ പാർലമെന്റിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ ജവഹർലാൽ നെഹ്റു സഭ വിട്ടു പോകത്തില്ല, അത് മുഴുവൻ കേൾക്കും അവിടെ ഇരുന്ന്. ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട പാർലമെന്റേറിയന്മാരുണ്ടായിരുന്നു. ഡോക്ടർ നീലലോഹിതദാസൻ നാടാർ, തിരുവനന്തപുരത്തെ MP, അതുപോലെ തന്നെ വടകരയിൽ നിന്ന് ജയിച്ചു എന്ന KP ഉണ്ണികൃഷ്ണൻ. ഇവരൊക്കെ മികച്ച പാർലമെന്റേറിയന്മാരായിരുന്നു എന്നുള്ളത് ഓർക്കണം. അതുപോലെ ശശി തരൂരും മികച്ച പാർലമെന്റേറിയൻ തന്നെയാണ്. മണ്ഡലത്തിൽ നേരിട്ടൊരു പക്ഷേ അദ്ദേഹം ഇറങ്ങി വന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് പിടിപ്പുകേടുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വളരെ വലുതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രസംഗ രീതിയും പ്രഭാഷണ രീതിയും ഒക്കെ മികച്ചത് തന്നെയാണ്. അതൊക്കെ വലിയ അംഗീകാരം തന്നെ, മികച്ച പാർലമെന്റേറിയനായി മാറി എന്നുള്ളതാണ്. NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ പലരും തൊടാൻ മടിച്ചിട്ടുള്ള വിഷയങ്ങൾ പോലും ഇദ്ദേഹം അനായാസം കൈകാര്യം ചെയ്യുന്നതും കാണാം. പ്രത്യേകിച്ച് ഈ EPF, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ, അത് കോടതി വരെ ഇടപെട്ട് നിൽക്കുന്ന കാര്യമാണ്. മിനിമം പെൻഷൻ ഇത്രയാക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അത് വേണ്ട രീതിയിൽ എത്തിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ഒരുവിധപ്പെട്ടവർക്ക് അത് കാര്യങ്ങൾ മനസ്സിലാകുന്നുമില്ല, അത് കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ പോലും. പക്ഷെ ഈ വിഷയത്തിൽ കൃത്യമായി പഠിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു MP എന്ന് പറയുന്നത് പ്രേമചന്ദ്രൻ തന്നെയാണ്. അപ്പോൾ പ്രേമചന്ദ്രന് വലിയ ജനകീയനായിട്ടുള്ള ഒരു MP ആണ്. നമുക്കറിയാം 2014 അദ്ദേഹം പാർലമെന്റിലേക്ക് പോകുന്നത്. 2006-2011 കാലയളവിൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു പ്രേമചന്ദ്രൻ. മികച്ച ഭരണം അദ്ദേഹം കാഴ്ചവെച്ചു. 2014 പാർലമെന്റ് സീറ്റിനെ ചൊല്ലിയാണ് പിണറായിയുമായി തെറ്റിപ്പിരിഞ്ഞ് LDF പാളയത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുന്നത്. AKG സെന്ററിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം നേരെ UDFുമായിട്ട് സഖ്യം സ്ഥാപിച്ച് പിളർന്നു നിന്ന RSP ഒന്നായി മാറുകയും ചെയ്തു. പിന്നീട് ബേബി ജോണും പ്രേമചന്ദ്രനും എല്ലാം ഒന്നിച്ചാണ് നിരന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ അത് ഇവർക്ക് ശക്തി കൂട്ടുകയും ചെയ്യും. കാര്യം പ്രേമചന്ദ്രൻ കൊല്ലത്തിന് ഉണ്ടാക്കിയിട്ടുള്ള വികസനം ഓരോ തവണ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പ്രേമചന്ദ്രൻ ഭൂരിപക്ഷം ഉയർത്തി കൊല്ലത്തിൻ്റെ
ഒരു സ്ഥിരം MP ആയിട്ട് മാറുകയാണ്. 2009 അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് MA ബേബിയാണ് എത്തുന്നത്. പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുക എന്ന നീക്കത്തോടുകൂടി പിണറായി വിജയൻ മണ്ഡലത്തിൽ വലിയ പര്യടനമാണ് നടത്തിയത്. വലിയ രീതിയിൽ പ്രേമചന്ദ്രന്റെ മേൽ ആക്രോശിച്ച് കയറുകയുണ്ടായി. LDF-നെ വഞ്ചിച്ചവൻ എന്നുള്ള രീതിയിൽ പരനാറി പ്രയോഗം നടത്തി. അത് പക്ഷേ MA ബേബിക്ക് തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്തു. MA ബേബിയെയും ഒതുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. അത് നടക്കുകയും ചെയ്തു. 2019 NK പ്രേമചന്ദ്രൻ മത്സരിച്ചു. അന്ന് CPM-ൽ നിന്ന് ബാലഗോപാലാണ് മത്സരിക്കുന്നത്. അപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് 2014 കണ്ട പരനാറി തന്നെയാണ് 2019 വന്ന്. ഇത് പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഒന്നുകൂടി ഉയർത്തുകയും ചെയ്തു. പിന്നീട് 2024 മത്സരിക്കുമ്പോൾ CPM-ന്റെ ഭാഗത്ത് തക്കതായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ പോയി എന്നുള്ളതാണ്. 2009 MA ബേബി, 2014 MA ബേബി, 2019 ബാലഗോപാല്. 2024 ഇവർക്ക് പ്രേമചന്ദ്രനോട് എതിരിടാൻ തക്ക സ്ഥാനാർത്ഥി ഇല്ലാതായി പോയി എന്നുള്ളതാണ്. ഒടുവില് എന്തിനും ഏതിനും ചാവേറായിട്ട് നിൽക്കുന്ന കൊല്ലം MLA മുകേഷിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. എല്ലാവർക്കും പാർട്ടിക്കാർക്ക് കൃത്യമായി അറിയാം 8 നിലയിൽ പൊട്ടും, കെട്ടിവെച്ച പൈസ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നാണം കെട്ട തോൽവി മുകേഷിനും ഉണ്ടായി. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ആ തോൽവി ഒന്നും ഏറ്റുവാങ്ങാൻ വലിയ ഉളുപ്പൊന്നുമില്ല എന്നുള്ളതാണ്. പ്രേമചന്ദ്രൻ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ മികച്ച പാർലമെന്റേറിയൻ, മികച്ച MP എന്നുള്ള രീതിയിൽ മണ്ഡലത്തിലും നിറഞ്ഞു നിൽക്കുന്നു. മണ്ഡലത്തിനും വലിയ സമൂലമായിട്ടുള്ള പരിഷ്കരണം ഒക്കെ പ്രേമചന്ദ്രനിൽ നിന്ന് കിട്ടുമ്പോഴാണ് പ്രേമചന്ദ്രൻ പുതിയ പദവിയിലേക്ക് കൂടി വരുന്നത്. ലോക്സഭയിലേക്ക് അധ്യക്ഷ പാനലിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. RSPയുടെ ഏക MP ആണ്. UDF-ന് MP-മാർക്ക് കുറവില്ല കേരളത്തിൽ നിന്ന്. ഒന്ന് BJP-ക്കും ഒന്ന് LDF-നുമാണുള്ളത്. RSPയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഇടതുപക്ഷ സ്വഭാവമാണുള്ളത്. എന്നാൽ പോലും UDF പാളയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പിലും RSPക്ക് നിയമസഭയിൽ വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാകും. നിൽക്കുന്ന സീറ്റ് തന്നെ ആയിരിക്കും വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനമെന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞിരിക്കുന്നത്. ഷിബു ബേബി ജോണ് ചവറയിലായിരിക്കും മത്സരിക്കുക. അപ്പം പ്രേമചന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്ന MP എന്നുള്ള ആ ഒരു വലിയ മുന്നേറ്റം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അവർക്ക് വേണ്ട തരത്തിൽ RSPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും.